ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേകൾ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോകൾ ഇടുന്നത്. കാണുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. അല്ലാതെ ഈ വീഡിയോ കൈ കിട്ടുന്നവരിൽ ആർക്കെങ്കിലും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്കോ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കോ അയച്ചു കൊടുത്ത് അവർ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഏതായാലും ദീർഘദൂരം വാഹനം ഓടിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേ ദിവസം തന്നെ ഇടതുവശത്തോടെ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ നിയമപ്രകാരം ഇടതുവശത്തോടുള്ള ഓവർടേക്കിംഗ് തെറ്റാണ്. നമ്മൾ എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നവർക്ക് 1000 രൂപ ഫൈൻ കിട്ടുമെന്ന്. ഇതൊക്കെയാണെങ്കിലും ഇന്നും ഭാരവാഹനങ്ങൾ, ടിപ്പർ ലോറികളും മറ്റും വളരെ പതുക്കെ വലതുഭാഗത്തുകൂടി പോകുന്നത് നമുക്ക് കാണാം. അതിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരുന്നു. ഇത് കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും അധികാരികളിൽ എത്തിക്കാൻ കഴിയുകയും ഇതിനൊരു മാറ്റം വരുത്തുകയും ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഫലവത്താകുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. എക്സ്പ്രസ് ഹൈവേ ആണ്. ഞാൻ സെക്കൻഡ് ട്രാക്കിലാണ്. ഇതാ എന്നെ കടന്നു പോകുന്നൊരു വാഹനം. അത് ഇടതുവശത്തേക്ക് വരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. MVD ആയാലും പോലീസായാലും ആരായാലും ഇവർക്കൊരു ബോധവൽക്കരണം നൽകി നമുക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഉപയോഗം ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓവർടേക്ക് ചെയ്താൽ ഉടനെ നമ്മൾ ഇടത്തേക്ക് മാറേണ്ടതാണ്. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വാഹനം ഫാസ്റ്റ് ട്രാക്കിൽ ഓടി, ഇതാ ഈ കാർ എനിക്ക് വളരെ കൃത്യമായി സൈഡ് തന്നു, ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത്, മുമ്പിൽ പോകുന്ന വാഹനം കൃത്യമായി സെക്കൻഡ് ട്രാക്കിലാണ് ഓടുന്നത്. ഭാരവാഹനങ്ങൾ ഏറ്റവും സ്ലോ ട്രാക്കിലാണ് പോകേണ്ടത്. ഓക്കെ, ഏതായാലും ഫാസ്റ്റ് ട്രാക്ക് ഒഴിച്ചിട്ട സ്ഥിതിക്ക് നമുക്ക് അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്തു. ഞാൻ ഇടതുഭാഗത്തേക്ക് മാറിക്കൊടുത്തു. എൻ്റെ പിന്നാലെ വന്ന വാഹനം സുഗമമായി കടന്നുപോയി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ 3 ട്രാക്കും കാലി കിടക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി ഇടതുവശത്തേക്ക് മാറി ആ സ്ലോ ട്രാക്ക് ഉപയോഗിച്ച് ഓടുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. സെക്കൻഡ് ട്രാക്കിൽ വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. അപ്പോഴും നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഒഴിവാക്കിയിടേണ്ടതാണ്. കാരണം നമ്മളെക്കാൾ സ്പീഡിൽ വരുന്ന ഒരു വാഹനത്തിന് കടന്നു പോകണമെങ്കിൽ അത് എപ്പോഴും കാലിയായിരിക്കണം. ഈ കാർ വളരെ കൃത്യമായിട്ട് ഇടതുവശം ചേർന്നാണ് പോകുന്നത്. ഞാനതിനെ ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ 3 ട്രാക്കും കാലിയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഓടേണ്ടത് ഈ അവസാനത്തെ ട്രാക്കിലാണ്. നമ്മളെ കയ്യിൽ സ്പീഡ് വരുന്ന ഏത് വാഹനത്തിനും ആ 2 ട്രാക്കിലൂടെയും നമ്മളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാവുന്നതാണ്. വീഡിയോ മുഴുവൻ കാണുക.